നമ്മൾ കൊണ്ടുവന്നത് ഞങ്ങളുടെ കടയിലെ സ്റ്റോക്കിന്റെ ഏകദേശം വാഹനങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടു തരാം. അതിന് ലോ ബഡ്ജറ്റ് പ്രൈസിൽ വാഹനമാക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്ര എന്ന സ്ഥലത്താണ്. എന്നാൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ കടയിൽ നിലവിലെ സ്റ്റോക്കുകൾ പരിചയപ്പെടാം. ഏകദേശം ഒരു 10-60 വാഹനങ്ങൾ പുതിയ സ്റ്റോക്കിൽ കയറിയിട്ടുണ്ട്. ലോ ബഡ്ജറ്റ് ഉണ്ട്, ഹൈ റേഞ്ച് വാഹനങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് തന്നെ നമുക്കൊരു മാരുതി പെടാം. 2002 മോഡൽ ഏറ്റവും സെറ്റ് ഫുള്ള് വർക്ക്. അത് നമുക്ക് കൊണ്ടടക്കാൻ വേണ്ടിയിട്ട് പുതിയ പെയിൻറ്റിങ്ങും കാര്യങ്ങളും, അതും 5 സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ്. വണ്ടിയൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം 10-60,000 രൂപൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത വണ്ടിയാണ് ഉണ്ടല്ലോ. ഇന്ത്യൻ സൈഡൊക്കെ നോക്കുമ്പോൾ 2002 സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നു. ആ വണ്ടി 5 സ്പീഡാണ്. ബോഡിയൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ്. മേജറായിട്ട് ഡെൻറ്റ് സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അൾട്ടോ കേട്ടന് 2012 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ നിന്നാൽ അത്യാവശ്യം നല്ലൊരു ലോ ബഡ്ജറ്റ് ഫാമിലിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അൾട്ടോ കേട്ടനാണ്. ഇന്ത്യൻ സൈഡൊക്കെ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഇന്ത്യൻ സൈഡും കാര്യങ്ങളും പുതിയ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയിൽ വണ്ടിയാണ് കേട്ടോ. അടുത്തത് തന്നെയാണല്ലോ മാരുതിയുടെ ബലേനോ. ഏറ്റവും ഫുൾ ഓപ്ഷൻ 2018 ഏറ്റവും ഫുൾ ഓപ്ഷൻ വൈറ്റ് കളർ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ് ആയിട്ട് വണ്ടി വരുന്നത്. ഇന്ത്യൻ സൈഡിലൊക്കെ കണ്ടില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയുണ്ട്. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് ഹോണ്ട സിറ്റി. 20 കിലോമീറ്റർ മൈലേജ് കിണിക്കുന്ന ഹോണ്ടയുടെ ഹോണ്ട സിറ്റി എന്ന വാഹനമാണ്. വണ്ടി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല നീറ്റ് കണ്ടിച്ച് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ കണ്ടില്ല. നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവറും കാര്യങ്ങളൊക്കെയാണ്. ഇന്ത്യൻ സൈഡിൽ കണ്ടില്ല. ഈ വാഹനം രജിസ്ട്രേഷൻ വണ്ടി കേട്ടോ. കേരളത്തിലേക്ക് നമ്മൾ നമ്പറാക്കിയ വാഹനമാണ്. അതും 2016 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ കേരളത്തിൽ നമ്മളെ പേര് ഡയറക്റ്റ് നമ്മളെ നമ്പറൊക്കെയാണ്. ഇനി ഓട്ടോമാറ്റിക് വാഹനമൊക്കെ നോക്കുന്നത് ഓട്ടോമാറ്റിക് സെലേരിയോ ഒരു വാഹനം സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി സെലേരിയൊക്കെ തപ്പിയാണ്. ഓട്ടോമാറ്റിക് ലേഡീസിനൊക്കെ പറ്റിയ വണ്ടിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഓട്ടോമാറ്റിക് വരുന്ന വാഹനമാണ്. പിന്നെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലോ ബഡ്ജറ്റ് പ്രൈസിൽ 2009 വണ്ടി അൾട്ടോ LXi 29 വരെ പേപ്പറിൽ അത്യാവശ്യം ഒരു ലോ ബഡ്ജറ്റ് പ്രൈസിൽ ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല ബോഡി ക്വാളിറ്റിയിലൊരു വണ്ടിയാണ്. വണ്ടി നോക്കുമ്പോൾ ബോഡിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. ഈ പുതിയ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തുണ്ട് കേട്ടോ. 2009 അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി. ഇന്ത്യയിലെ സൈഡ് കണ്ടില്ല, ഇപ്പോൾ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. പിന്നെ ഒരു നാനുണ്ട് ലോ ബഡ്ജറ്റ് പ്രൈസിൽ 2014 മോഡലാട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടി തന്നെയാണ് എന്താ പറയുക. ഇന്ത്യൻ സൈഡൊക്കെ കണ്ടില്ല നിങ്ങൾ. അതുപോലെ തന്നെ ലോ ബഡ്ജറ്റ് പ്രൈസിൽ 2006 മോഡൽ വാഗണർ. ഈ വാഹനമൊക്കെ നമുക്ക് എക്സ്ചേഞ്ചിൽ വന്ന വാഹനങ്ങളാണ്. ലോ ബഡ്ജറ്റ് പ്രൈസ് തന്നെ കൊടുക്കാൻ പറ്റിയൊരു വാഹനം കേട്ടോ. 2006 നോക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള വണ്ടി തന്നെയാണ് എന്ന് പറയാം. ഈ സൈഡൊക്കെ പിന്നെ നോക്കുമ്പോൾ റിക്സുകൾ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഓൾക്ക് വേണ്ടിയിട്ടാണ് 13 റിക്സ് ഡീസലും 2013 പെട്രോളും നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. റിക്സൊക്കെ നോക്കുമ്പോൾ വൈറ്റ് കളർ വണ്ടിയൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ്. റിക്സൊന്നും കിട്ടാനില്ല. അപ്പം റിക്സിനെ നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്ന വാഹനമാണ്. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള വണ്ടിയാണ്. അത് പെട്രോൾ കോഫി കളറിൽ വരുന്ന വേണ്ടോ. നല്ല പെട്രോൾ വാഹനമൊക്കെ തപ്പിയെടുക്കണവർക്ക് നല്ലൊരു ഓപ്ഷൻ കേട്ടോ. വണ്ടിയൊക്കെ ഇന്ത്യൻ സൈഡൊക്കെ കണ്ടില്ലേ. പിന്നെ ടയോട്ട എറ്റിയോസ് ഡിക്കി ടൈപ്പ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം കേട്ടോ. തപ്പിയൊക്കെ നടക്കുന്നവർക്ക് നല്ലൊരു ക്വാളിറ്റിയിലൊരു വണ്ടിയാണ്. 2012 ഒറിജിനൽ കേരള വണ്ടി കേട്ടോ. അതും ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അത്യാവശ്യമൊക്കെ നോക്കുമ്പോൾ ടയോട്ടേൻ്റെ വണ്ടി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത്യാവശ്യം നമുക്ക് എൻക്വയറിയുള്ള വാഹനമാണ്. എക്സ്ട്രായിട്ട് സീറ്റ് കവർ ഉണ്ടല്ലേ. പിന്നെ സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ വാഗണർ 2013 കേട്ടോ. അത്യാവശ്യം നല്ല 15-13 നല്ല ബോൾഡ് ക്വാളിറ്റിയുള്ള വണ്ടിയാണ്.
പിന്നെ നാനോ ഓട്ടോമാറ്റിക് ടിസ്റ്റ് കേട്ടോ. ഓട്ടോമാറ്റിക് വാഹനമൊക്കെ തപ്പിയെടുക്കണമൊക്കെ നാനോ നല്ലൊരു മുന്തിരി കളർ നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്നൊരു വാഹനം സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയിൽ വണ്ടി തന്നെയാണ്. സ്ക്രാച്ച് ഇന്ത്യൻ സൈഡൊക്കെ നോക്കുമ്പോൾ കണ്ടില്ല 2015 അപേക്ഷിച്ച് നല്ല ക്വാളിറ്റിയിൽ വണ്ടി തന്നെയാണ്. ഇതിലാണ് നല്ല ക്വാളിറ്റിയിൽ ഓട്ടോമാറ്റിക് കേട്ടോ വാഹനം. അതുപോലെ മാരുതിയുടെ ജെന്നസ്റ്റിലോ കെ സീരീസ് എഞ്ചിൻ്റെ 2 വാഹനങ്ങൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. 2009 പുതിയ പേപ്പർ എടുത്ത് VXI വരുന്ന ഓപ്ഷൻ കേട്ടോ. അതൊക്കെ അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയിൽ വണ്ടി തന്നെയാണ്. ഇന്ത്യയിൽ സ്റ്റോക്കാണ് തോന്നുന്നത് കേട്ടോ. അതുപോലെ 2010 വണ്ടിന് വൈറ്റ് കളറിൽ ഒരു വാഹനമുണ്ട്. 2011 കേട്ടോ. അത് 11 നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയിൽ വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ നല്ല സീറ്റ് ഓവർ അത്യാവശ്യം നല്ല. ഇനി കോട്രാ ജെറ്റ് തപ്പി നടക്കണമല്ലോ. ഒരു മഞ്ഞക്കലി എന്നൊക്കെ പറയാം. കോട്രാ ജെറ്റ് ഷിഫ്റ്റിൻ്റെ സെയിം എഞ്ചിൻ വരുന്ന ഒരു വാഹനമാണ് കോട്രാ ജെറ്റ്. അതും പുതിയ പേപ്പറും കാര്യങ്ങളും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ പറയാം. വണ്ടിൻ്റെ സീറ്റ് കവറും കാര്യങ്ങളും കണ്ടില്ലേ. അതുപോലെ തന്നെ ഒരു 2012 മോഡൽ കേട്ടോ. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നൊരു വാഗണർ ഉണ്ട്. ഷിഫ്റ്റ് ഡിസയർ ഉണ്ട്. ഇത് ഡീസൽ 2012. ഇത് 2011 35 വരെ പേപ്പർ ടാക്സ് അടച്ച പേപ്പറാണ്. നമ്മൾ ഡബിളായിട്ട് ടാക്സ് അടച്ചു പോയി. 2011 വണ്ടി കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടി തന്നെയാണ്. പിന്നെ ഒരു ലോ ബഡ്ജറ്റ് പ്രൈസിലേക്ക് നല്ല 7 സീറ്റൊക്കെ തപ്പിയെടുക്കുന്നവർക്കാണ് ഒരു വണ്ടി. പുതിയ പേപ്പർ 2031 വരെ വല്ല പുതിയ റിന്യൂവലും കാര്യങ്ങളൊക്കെ എടുത്ത വണ്ടി കേട്ടോ. 7 സീറ്റൊക്കെ തപ്പിയെടുക്കുന്നവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. നല്ല ഇന്ത്യൻ സൈഡൊക്കെ കണ്ടില്ലേ. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വണ്ടിയാണ്. സെവൻ സീറ്റ് മാത്രമല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഒരു ബ്ലാക്കിൽ കുട്ടിക്കൊമ്പൻ എന്നൊക്കെ പറയാം. പിന്നെ ഇന്നോവ 2014 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആട്ടെ വാഹനം. ഇന്നോവ ഒക്കെ തപ്പിയെടുക്കുന്നവർക്കാക്കണം. 2014 വണ്ടി കേട്ടോ. 1,35,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ വണ്ടി തന്നെയാണ്. ഇന്ത്യൻ സൈഡൊക്കെ കണ്ടില്ല നിങ്ങൾ. ബോഡിയൊക്കെ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ കേട്ടോ. നമ്മൾ എക്സ്ട്രാ ആയിട്ട് ടയോട്ട ക്രിസ്റ്റയുടെ സ്കാറ്റിംഗ് ഒക്കെ ചെയ്ത വണ്ടിയാണ്. പിന്നെ 2012 മോഡൽ ഇന്നോവ കേട്ടോ. സിൽക്കി ഗോൾഡിൽ നമ്പറായ വണ്ടിയാണ്. സ്കാറ്റിങ്ങും കാര്യങ്ങളും ചെയ്ത് അത്യാവശ്യം നല്ല ലുക്കിൽ നിൽക്കുന്ന വണ്ടി തന്നെ കേട്ടോ. ഇന്നോവയൊക്കെ ലോ ബഡ്ജറ്റിലെ വാഹനങ്ങൾ ഇന്നോവ തപ്പിയെടുക്കും. നല്ല ക്വാളിറ്റി നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള വണ്ടിയാണ്. ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല നീറ്റ് തന്നെയാണ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. പിന്നെ ടറാനൊക്കെ തപ്പിയെടുക്കണമല്ലോ. 2015 മോഡൽ കേട്ടോ. സെക്കൻഡ് ഓണർഷിപ്പിൽ നല്ല ഹൈ ക്വാളിറ്റിയിൽ ടറാന് വൈറ്റ് കളർ സാധനം സ്റ്റോക്ക് വരുന്നുണ്ട്. ഈ സൈഡും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. പിന്നെ ഒരു കൊമ്പറ്റ് ബ്ലാക്ക് കളറിൽ അതർ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ നമ്പറാക്കി എടുത്ത വാഹനം കേട്ടോ. 2016 മോഡൽ ZLX വരുന്ന ഒരു ബൊലേറോ ബ്ലാക്ക് കളർ. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി കേട്ടോ. അത്യാവശ്യം ബോഡിയൊക്കെ നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയിലുണ്ട്. സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ പുതിയ നമ്മൾ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ അടിച്ച വണ്ടിയാണ്. പിന്നെ ഓട്ടോമാറ്റിക് ട്രാൻസാക്ഷൻ ഒക്കെ തപ്പി നടക്കുന്നത് 2014 മോഡൽ 15 റൈസർ പിന്നെ വെൻഡോ ഓട്ടോമാറ്റിക് കിട്ടോ.
അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വണ്ടി തന്നെയാണ്. സീറ്റേഴ്സും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിൽ സീറ്ററും കാര്യങ്ങളൊക്കെയാണ്. ഓട്ടോമാറ്റിക് വണ്ടി. പിന്നെ ഹോണ്ട സിറ്റി 2016 മോഡല് റീ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടി കേട്ടത്. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയിൽ വണ്ടി തന്നെയാണ്. പിന്നെ ഹോണ്ട സിറ്റി, കൊറോള അൾട്ടീസൊക്കെ തപ്പിയെടുക്കാൻ നോക്കുക. 2016 മോഡൽ കേട്ടോ. നല്ല ലെതർ ടൈപ്പ് ഇതൊക്കെ ചെയ്ത നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലില്ലേ സ്റ്റീലൊക്കെ നമ്മൾ ചെയ്ത വണ്ടിയാണ്. പിന്നെ മാരുതി അൾട്ടോ 800 2020 മോഡൽ കേട്ടോ. വൈറ്റ് കളറിനുള്ള ഹൈ ക്വാളിറ്റിയിലൊരു വണ്ടി സ്റ്റോക്ക് വരെയാണ്. അൾട്ടോണറൊക്കെ തപ്പിയെടുക്കുന്നവർക്ക് നേരെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. അത്യാവശ്യം ഇൻഡീസൈഡ് കണ്ടത് നല്ല ക്വാളിറ്റിയിലാണ്. സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തൊരു വണ്ടിയാണ്. അപ്പോൾ ഇത്രയും വാഹനങ്ങൾ ഇതിൽ സ്റ്റോക്ക് ഉണ്ട്. ഇനി നമുക്ക് അതിൽ വേറെ യാർഡും കൂടി ഉണ്ട്. അവിടെയും കുറച്ച് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഏകദേശം വാഹനങ്ങൾ നിങ്ങൾ പരിചയപ്പെടുത്തി തരാം. അതിന് ലോ ബഡ്ജറ്റ് പ്രൈസിൽ വാഹനമാക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്ര എന്ന സ്ഥലത്താണ്. എന്നാൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മളെ കടയിൽ നിലവിൽ സ്റ്റോറുകൾ പരിചയപ്പെടാം. ഇതിന് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഒരുപാട് വാഹനങ്ങളുണ്ട്, വീഡിയോ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഈ വാഹനത്തിനൊക്കെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണത് താഴത്തിൽ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നത്, അതിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ നമ്മളെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണാൻ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഇങ്ങനത്തെ നല്ല നല്ല വാഹനങ്ങളായിട്ട് ഇനി നമ്മൾ വരുന്നതാണ്.